എല്ലാ സുഹൃത്തുക്കൾക്കും ടീച്ച് മീ ഐ ടി മലയാളം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ ഒരു CP+DVR നമ്മുടെ വിൻഡോസ് ലാപ്ടോപ്പിൽ വാച്ച് ചെയ്യാം എന്നുള്ളതാണ്. സാധാരണയായിട്ട് നമുക്ക് ഈ DVRലുള്ള CCTV ക്യാമറ വിഷ്വൽസൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ ടാബിലോ CP+ൻ്റെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നമുക്ക് ക്യാമറ ബാക്കപ്പ് കാണാനും അല്ലെങ്കിൽ ലൈവ് കാണാനുമൊക്കെ. ഇന്ന് അതിനൊരു സൊല്യൂഷനാണ്. നമുക്ക് ലാപ്ടോപ്പിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലിരിക്കുമ്പോഴോ മറ്റോ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ക്യാമറ മുഴുവൻ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും വാച്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ടൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് KVMS Pro എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു. ആദ്യം തന്നെ കാണുന്ന CP+ൻ്റെ വെബ്സൈറ്റിലേക്ക് തന്നെ നമുക്ക് പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് KVMS Pro ലൈറ്റ് എന്ന് കാണാം. ഇവിടെ ഡൗൺലോഡിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ഞാനിത് വീണ്ടും ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫയൽ. ഞാനിത് ഇവിടെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. യെസ്, ഹലോ, നെക്സ്റ്റ്, ഇൻസ്റ്റാൾ. മുമ്പൊക്കെ നമുക്ക് ഈ ലാപ്ടോപ്പിലോ വിൻഡോസിലോ അതോ മാക്കിലോ ഒക്കെ ഈ DVR ലൈവ് വിഷ്വൽസൊക്കെ കാണണമെങ്കിൽ നമ്മളേതെങ്കിലും ആൻഡ്രോയിഡോ അല്ലെങ്കിൽ iOS എമുലേറ്ററൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമായിരുന്നു. ഇപ്പോൾ നമുക്കത് വേണ്ട. ഡയറക്റ്റായിട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയറിലൂടെ തന്നെ നമ്മുടെ വീട്ടിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. നമുക്കത് എങ്ങനെയാണെന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാനിത് ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്നു. ഇതൊക്കെ ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ KVMS Pro ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ വന്നത് കാണാം. ഞാനതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, എഗ്രി ചെയ്യുക. എഗ്രി. ആക്സസ് ഒക്കെ കൊടുക്കുകയാണ്, ഫുൾ ആക്സസ് കൊടുക്കുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ഇതിനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കുക. ഇത് നിങ്ങളുടെ CP+DVRൻ്റെ പാസ്വേഡൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട പാസ്വേഡ് മാത്രമാണിത്. നെക്സ്റ്റ്, സംതിങ് നിങ്ങൾക്ക് ഈ പാസ്വേഡിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഞാനിതെല്ലാത്തിനും ജസ്റ്റ് റഫായിട്ട് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുകയാണ്, കാരണം എനിക്കത് വീണ്ടും ഓർമ്മിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫിനിഷ്. ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ്. വീണ്ടും ആക്സസ് ചോദിക്കുന്നുണ്ട്. ഹലോ, ആക്സസ് കൊടുത്തു. നമുക്കിതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കോൺഫിഗർ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഡിവൈസ് മാനേജറിൽ പോവുകയാണ്. നിങ്ങൾക്കിവിടെ ബോട്ടം ലെഫ്റ്റ് കാണാൻ പറ്റും ഡിവൈസ് മാനേജർ. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു പ്ലസ് സിമ്പൽ കാണാം, ആഡ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ. അതിൽ ഞാൻ ആഡ് കൊടുക്കുന്നു. നമ്മുടെ ഡിവൈസ് നോർമലി ഡീഫോൾട്ടായിട്ട് ഇത് IP ഡൊമൈനിലാണ് ഉണ്ടാവുക. നമുക്കത് മാറ്റിയിട്ട് ഡിവൈസ് സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് കൊടുക്കാം. ഡിവൈസ് നെയിം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു. സീരിയൽ നമ്പർ നിങ്ങൾ DVRൻ്റെ പുറകിലുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഫോണിൽ നേരത്തെ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഡിവൈസ് ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീരിയൽ നമ്പർ കാണാൻ പറ്റും. ഞാനിവിടെ എൻ്റെ സീരിയൽ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. യൂസർ നെയിം നോർമലി എല്ലാ DVRലും ഡീഫോൾട്ടായിട്ട് ഉണ്ടാവുക അഡ്മിനാണ്. അതുപോലെ പാസ്വേഡും ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ്. ഇത് നിങ്ങളുടെ DVRന് കൊടുത്തിരിക്കുന്ന പാസ്വേഡാണ്. അതായത് നിങ്ങൾ ഫോണിലൊക്കെ ഈ GCMOB പോലുള്ള ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഏത് പാസ്വേഡാണോ കൊടുത്തത് അത് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ആഡ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു.
ഓക്കെ, നമ്മൾ ഓൾറെഡി ആഡ് ആൻഡ് കണ്ടിന്യൂ അല്ലായിരുന്നു, ജസ്റ്റ് ആഡായിരുന്നു വേണ്ടത്. ഇവിടെ ഓൾറെഡി അത് ആഡായിട്ടുണ്ട്. ഞാനിവിടെ അത് ക്യാൻസൽ ചെയ്യുകയാണ്. എന്നിട്ട് നേരെ ഹോമിലേക്ക് പോകുന്നു. ഇവിടെ ലൈവ് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്, കാരണം നമ്മുടെ വീഡിയോസൊക്കെ അവിടെ ലോഡായി വരാനുണ്ട്. ഞാനിതിൽ ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് മെയിൻ സ്ട്രീം ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇവിടുന്ന് പ്ലേ ബാക്കൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഇവിടുന്ന് കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ പ്ലേ ബാക്കൊക്കെ ഉണ്ട്. പ്ലേ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഇവിടെ ടൈം ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലിരുന്നോ ലോകത്തിൻ്റെ എവിടെ ഇരുന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.